CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ ED നടത്തുന്ന റെയ്ഡ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ബിനീഷ് കോടിയേരി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന്റെ ഉപകാര സ്മരണയാണ് ഇന്നത്തെ ഈ റെയ്ഡെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഒപ്പം സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ലെന്ന് വ്യക്തമാക്കി മുൻ മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിൽ ഒരേ സമയം ED സംഘം റെയ്ഡ് നടത്തുന്നതിനെതിരെ കടുത്ത രാഷ്ട്രീയ പരിഹാസവും കനത്ത ആരോപണങ്ങളുമാണ് ബിനീഷ് കോടിയേരി ഉന്നയിച്ചിരിക്കുന്നത്. ED റെയ്ഡിന്റെ സമയത്ത് ചോദ്യം ചെയ്തുകൊണ്ട് BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇത് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി തന്നെ ഇപ്പോൾ ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടത്തുന്ന റെയ്ഡാണെന്നുള്ളത്. പ്രതിപക്ഷ പാർട്ടികളിലായിട്ട് നിൽക്കുന്ന നേതാക്കളുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് ആ പ്രതിപക്ഷ നേതാക്കളെ തകർക്കുവാനും അതോടൊപ്പം തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ തകർക്കുവാനുള്ള നീക്കമാണെന്നുള്ളത് ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റെയ്ഡ്. സ്വാഭാവികമായിട്ടും EDയെ സംബന്ധിച്ചിട്ട് കാലാകാലങ്ങളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളെ സംബന്ധിച്ചിട്ട് നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ കുടുംബാംഗങ്ങളെ ടാർഗറ്റ് ചെയ്യുക, കുടുംബാംഗങ്ങളുടെ പേരിൽ കേസുകൾ ഉണ്ടാക്കുക, അത്തരത്തിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അച്ഛനോ അമ്മയോ ആരാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവരെ തകർക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ പാർട്ടി എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഞാനും. ഈ അന്വേഷണം നടക്കുന്നത് കോടതി ഇന്നലെ ആ കേസിൽ തുടർ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ്. അതിൽ ആ കേസിന് അല്ലെങ്കിൽ റെയ്ഡ് നടന്ന് അതിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹവും മകളും അഗ്നിശുദ്ധി വരുത്തി വരുന്നതല്ലേ നല്ലത്. കേസ് നടത്തുന്നതിനോ റെയ്ഡ് നടത്തുന്നതിനോ ഇവിടെ ആരും തടയുന്നില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് റെയ്ഡ് തടയാനോ അല്ലെങ്കിൽ റെയ്ഡ് നടത്താൻ പാടില്ല എന്ന് പറയാനോ അല്ലല്ലോ ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവിന്റെ വീട്ടിൽ സഖാവ് ഇതിന്റെ അകത്ത് പ്രതിയല്ലല്ലോ. ഇതിന്റെ അകത്ത് പ്രതിയായിട്ടുള്ള ആള് കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗം പ്രതിയായിട്ടുള്ള ഒരു കേസിന്റെ അകത്ത് ഇപ്പോൾ പിണറായി സഖാവിനെ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള റെയ്ഡാണ് നടക്കുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളുകളാരും തന്നെ ഒരു ആഹ്വാനം കൂടാതെ എല്ലാ പ്രവർത്തകരും കൂടെ വന്നിരുന്നത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു നിർത്തിയതല്ലേ. ഇപ്പൊ ഇതിന്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ലല്ലോ. ഇതിന്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ല. പ്രതിയായിട്ടുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗമാണ്. ആ കുടുംബാംഗത്തിനെ പ്രതിയായിട്ടുള്ള ഒരു കേസിൽ പിണറായി സഖാവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്തുന്നു. അതിലാണ് ഞങ്ങൾക്ക് ആക്ഷേപമുള്ളത്. സ്വാഭാവികമായിട്ടും EDയുടെ നടപടികൾ എല്ലാം ഇങ്ങനെ തന്നെയല്ലേ? ആർക്കെതിരെയായാലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന. അതെ, അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ആക്ഷേപമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗമായിട്ട് റെയ്ഡ് നടത്താൻ കാര്യം നടത്താം. പക്ഷെ കുടുംബാംഗങ്ങളെ ഇപ്പൊ അച്ഛനെയും അമ്മയും തടഞ്ഞു വെച്ചിട്ട് റെയ്ഡ് നടത്തില്ല. കുട്ടി അവിടെ ഈ പറയുന്ന 15 വയസ്സ് താഴെയുള്ള കുട്ടി അതിന്റെ അകത്തുണ്ട്. ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ മനുഷ്യാവകാശമൊന്നും ഇല്ലേ? ആ കുട്ടിക്ക് ബാലാവകാശം ഇല്ലേ? ആ കുട്ടിയെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെയ്ഡ് നടത്തുന്നത് അത് ശരിയായ രീതിയാണോ? ഇതൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. ബിനീഷിനെതിരെയുള്ള കേസ് വന്നപ്പോൾ അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കേസാണ്. പാർട്ടിക്ക് അതിൽ റോളില്ല എന്ന നിലപാടാണ്. പക്ഷേ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസ് വന്നപ്പോൾ അതിനെ എല്ലാം മറന്ന് CPM നേരിട്ട് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്നതാണ് കാണുന്നത്. ഇതൊരു ഇരട്ടത്തപ്പാണ് എന്നുള്ള വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടിയാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി എന്നുള്ളതിലുപരി എന്റെ നേതാവാണ് സഖാവ് പിണറായി. ആ സഖാവിന്റെ എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. ആ സഖാവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ആ നീക്കം എന്ന് പറയുന്നത് പാർട്ടി എന്നുള്ളതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിനെ സംസാരിക്കാനും അതിനെ പ്രതിരോധിക്കാനും ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ എനിക്കെന്ത് നൽകിയില്ല എന്ന് നോക്കിയിട്ടല്ല ഞാനൊരു നിലപാട് എന്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാനും പോകുന്നു. അപ്പോൾ ഞാൻ അതിന്റെ ശക്തമായിട്ട് ആ പ്രതിരോധം തീർക്കാൻ വേണ്ടി എന്താണോ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അതിന്റെ മുന്നിൽ നിൽക്കും. താങ്കൾക്കെതിരെയുള്ള നടപടി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന നിലയിൽ കൂടിയാണ് എന്ന് കരുതേണ്ടി വരുമല്ലോ. എന്തുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു പിന്തുണ അന്ന് താങ്കൾക്ക് ലഭിച്ചില്ല? അതൊരു ചോദ്യമല്ലേ? അല്ല, അത് ഞാൻ അല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. ഇപ്പൊ ഞാൻ അത്തരത്തിൽ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഒരു വ്യക്തി ഞാനല്ലല്ലോ. അത് പാർട്ടിയാണല്ലോ പറയേണ്ടത്. ആ പാർട്ടി ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പാർട്ടി അത് വ്യക്തമാക്കും. ഞാൻ അതിന്റെ ആ ഭാഗത്ത് തന്നെയാണ് ഞാൻ എത്തുന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണ്. പിണറായി സാഹിബിന്റെ പേരിൽ ഒരു കേസുമില്ല. അങ്ങനെയുള്ള ആളെ ഈ വീട്ടിന്റെ അകത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് റെയ്ഡ് നടത്തുമ്പോൾ അത് എത്തരത്തിലേക്കാണ് പൊതുസമൂഹത്തിൽ വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളതിന്റെ നല്ല രാഷ്ട്രീയ ബോധം CPMനുണ്ടല്ലോ. ആ ഭാഗത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് ഈ റെയ്ഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളൊക്കെ തടഞ്ഞു നിർത്തി ഇതിനകത്ത് അനുവദിക്കില്ല എന്നുള്ള നിലപാടൊന്നും അല്ലല്ലോ CPM എടുക്കുന്നത്. CPM എടുത്ത് റെയ്ഡ് നടത്തിക്കോട്ടെ, റെയ്ഡിന് എന്താണോ വരുന്നത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ കേസിൽ പ്രതിയില്ലാത്ത ഒരാൾ, കേസിലില്ലാത്ത ഒരാൾ, ആ
ആ അച്ഛനെയും അമ്മയെയും കുട്ടിയെയും തടഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ റെയ്ഡ് നടത്തും. അതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് നിലപാട്. ഈ റെയ്ഡ് ആരംഭിച്ചിട്ട് 4 മണിക്കൂർ പിന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നോ ഇഡിയിൽ നിന്നോ ലഭിക്കുന്നുണ്ട്? പാർട്ടിക്കോ മറ്റാർക്കോ ഇഡിയുടെ വിവരം എങ്ങനെ പാർട്ടിക്ക് ലഭിക്കുക? കുടുംബത്തിൽ നിന്ന് അത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ ആണ് പറയേണ്ടത്. അതിനെക്കുറിച്ച് എനിക്കുമില്ല. ഞാൻ ഈ പാർട്ടി കുടുംബമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എല്ലാ പാർട്ടി കുടുംബങ്ങളും എപ്പോഴും എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതാണ്. എല്ലാ പാർട്ടി കുടുംബങ്ങളും ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. ഞാൻ ഒന്നിച്ചാണ് നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. തൊട്ടു പിന്നാലെ ഇന്ന് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു എന്ന് ബിനീഷ് കോടിയേരി കുറിച്ചു. ഈ നീക്കം ഡൽഹിയിൽ വെച്ച് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പരിശോധനകൾ കൊണ്ട് പിണറായി വിജയനെ തളർത്താൻ കഴിയില്ലെന്ന് ബിനീഷ് ഓർമ്മിപ്പിച്ചു. പിണറായി വിജയന്റെ വീട്ടിൽ അത്തരത്തിൽ റെയ്ഡ് നടത്തിയിട്ട് കേന്ദ്ര ഏജൻസികൾ ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. മടിയിൽ കനമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം മരണം വരെ ശക്തനായ CPM നേതാവായി തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനത്തെ മുൻനിർത്തി കടുത്ത ഭാഷയിലാണ് ബിനീഷ് കോടിയേരി പരിഹസിച്ചത്. പിണറായി വിജയന്റെ വീട്ടിൽ കയറുന്നതിന് പകരം വല്ല കോൺഗ്രസുകാരനെ വീട്ടിൽ പോയി ഇ.ഡി. റെയ്ഡ് നടത്തണമായിരുന്നുവെന്ന് ബിനീഷ് പറഞ്ഞു. ഇങ്ങനെ ചെയ്താൽ ഇ.ഡി. പരിശോധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വഴിക്ക് തന്നെ BJPക്ക് പുതിയൊരു വലിയ നേതാവിനെ കൂടി ബോണസായി കിട്ടുമല്ലോ എന്നാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പരിഹസിച്ചുകൊണ്ട് ബിനീഷ് കോടിയേരി കുറിച്ചത്. രാഷ്ട്രീയ പോര് തെരുവിൽ കത്തുമ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ പഴുതടച്ചുള്ള അന്വേഷണ നടപടികളുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ 10ഓളം അതീവ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലാണ് ഇ.ഡി. ഒരേ സമയം മിന്നൽ റെയ്ഡ് നടത്തി കഴിഞ്ഞത്. തലസ്ഥാനത്ത് പുറമെ മറ്റ് ജില്ലയിലെ പ്രമുഖ നേതാക്കളുടെയും കമ്പനികളുടെയും ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിയിലും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന നടത്തി കഴിഞ്ഞു. നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയ ശേഷമാണ് ഇ.ഡി. കടുത്ത നടപടിയിലേക്ക് കടന്നത്. കേസിൽ ഇ.ഡി. അന്വേഷണം തുടരുമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകമാണ് ഈ അപ്രതീക്ഷിത നീക്കം. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL അധികൃതർ നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇ.ഡി. പഴുതടച്ചുള്ള പരിശോധനയിലേക്ക് കടന്നത്. തന്റെ കോഴിക്കോട്ടെ വസതിയിലും ഇ.ഡി. ഒരേ സമയം മിന്നൽ പരിശോധന നടത്തിയതിനോട് കടുത്ത ഭാഷയിലും രാഷ്ട്രീയ വീര്യത്തോടെയുമാണ് മുൻമന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഈ നീക്കത്തെ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത രാഷ്ട്രീയ വിമർശനമാണ് മുഹമ്മദ് റിയാസ് ഉയർത്തിയത്. വളഞ്ഞിട്ടടിച്ചോളൂ എന്നും സംഘപരിവാറിന്റെ ഭീഷണികൾക്ക് മുൻപിൽ തലകുരിക്കാനോ കുമ്പിടാനോ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആഞ്ഞടിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അതിന്റെ നേതാക്കളെയും ഇത്തരം വേട്ടയാടലുകൾ കൊണ്ട് തളർത്താനാകില്ലെന്ന് റിയാസ് വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കി ഇടതുപക്ഷ നേതൃത്വത്തെ നിശബ്ദമാക്കാമെന്ന ചിലരുടെ വ്യാമോഹം മാത്രമാണ്. തന്റെ അവസാന ശ്വാസം വരെയും ഈ രാഷ്ട്രീയ വേട്ടയാടലുകൾക്കെതിരെ ശക്തമായി പോരാടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കോൺഗ്രസും BJPയും ചേർന്നൊരുക്കിയ തിരക്കഥയുടെ ഭാഗമാണ് ഈ റെയ്ഡുകളെന്ന് റിയാസും അടിവരയിടുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ പോയി വന്നതിന് പിന്നാലെ തന്നെ ഞങ്ങളുടെ വസതികളെ ലക്ഷ്യമിട്ട് ഇ.ഡി. നടത്തിയത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ജനങ്ങളെ അണിനിരത്തി ഈ വേട്ടയാടലിനെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണപക്ഷ നേതാക്കൾ ഒരേ സ്വരത്തിൽ ഈ റെയ്ഡിനെ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടുകളായി വിശേഷിപ്പിക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ കടുത്ത ജനകീയ പ്രതിരോധം തീർക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. മാസപ്പടി കേസ് കേരളത്തെ എങ്ങനെ സ്വാധീനിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിനീഷ് കോടിയേരിയും മുഹമ്മദ് റിയാസും ചൂണ്ടിക്കാണിച്ചതുപോലെ വി.ഡി. സതീശനും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് പിന്നാലെ റെയ്ഡ് നടന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് CPM തീരുമാനം. സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല എന്ന മുഹമ്മദ് റിയാസിന്റെ കടുത്ത പ്രഖ്യാപനവും കോൺഗ്രസിനെതിരെയുള്ള ബിനീഷിന്റെ കടുത്ത പരിഹാസവും വരാനിരിക്കുന്ന വലിയൊരു തെരുവ് യുദ്ധത്തിന്റെ മുന്നോടിയാണ്. രാഷ്ട്രീയ പോരൊരു വശത്ത് കത്തുമ്പോഴും ഇ.ഡി. സംഘം മുഖ്യമന്ത്രിയുടെ വസതികളിൽ നിന്നും എക്സോലോജിക് ഓഫീസുകളിൽ നിന്നും എന്തെല്ലാം നിർണായക ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി ഈ കേസിന്റെ നിയമപരമായ ഭാവി. കേന്ദ്ര ഏജൻസികളുടെയും മിന്നൽ നീക്കം കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത വലിയൊരു ഭരണ പ്രതിപക്ഷ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. വീണ വിജയന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായതോടെ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇ.ഡി. കടക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം.